ഞങ്ങളുടെ ഈ കൂട് പണിഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റെയർ പണിഞ്ഞിട്ട് ഒട്ടും സ്ഥലം വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് നമ്മളിവിടെ ഒരു കൂട് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കൂടാണ്. തറനിരപ്പിൽ നിന്നും ഒരടി ഉയർന്നാണ് ഈ കൂട് നിൽക്കുന്നത്. അങ്ങനെ വേണം നമുക്ക് 1-1.5 അടി ഉയരത്തിൽ വേണം നമുക്കിത് പണിയാനായിട്ട്. കാരണം ഇഴജന്തുക്കളൊന്നും വന്ന് കയറാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും കൂട് പണിയാനായിട്ട്. കോഴിക്കൂട് പണിയുമ്പോൾ അപ്പം നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് അകലം വേണം. പക്ഷേ എങ്കിൽ അയലത്തുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ കോഴിക്കൂട് ചെയ്യാനായിട്ട്. 100 സ്ക്വയർ ഫീറ്റ് ഉള്ള കൂടാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു 50-60 കോഴിയൊക്കെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. മികച്ചൊരു വരുമാനം നേടാൻ കഴിയുന്ന ബിസിനസ് ആശയമാണ് നാടൻ കോഴി ഫാം. ഈ ബിസിനസ്സിലൂടെ 80% വാർഷിക ലാഭം നേടാൻ കഴിയുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. എങ്ങനെ ഒരു നാടൻ കോഴി ഫാം ബിസിനസ് തുടങ്ങാമെന്ന് ചിന്തിക്കുകയാണോ നിങ്ങൾ? വിജയകരമായി ഒരു കോഴി വളർത്തൽ ഫാം ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത സമഗ്രമായ ഒരു കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഒരു നാടൻ കോഴി ഫാം ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മെന്റർ മിനി ഫിലിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി ഫിലിപ്പ്. അപ്പം നമ്മൾ കോഴിക്കൂട് പണിയുമ്പോൾ അപ്പം നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് അകലം വേണം. പക്ഷേ എങ്കിൽ അയലത്തുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ കോഴിക്കൂട് ചെയ്യാനായിട്ട്. കാരണം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ നമ്മളത് വലിയ രീതിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ലാർജ് സ്കെയിലിൽ നമ്മൾ ഫാമിംഗ് അടിസ്ഥാനത്തിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ഥലം ആദ്യം കണ്ടെത്തുക. അപ്പം നല്ലൊരു സ്ഥലം നമുക്ക് അതിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ഷെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഷെഡ് പണിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അവരുടെ അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അവർ വന്ന് നോക്കും. അവർ വന്ന് നോക്കിയിട്ട് അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള പെർമിഷൻ തരത്തില്ല. അപ്പം എന്തായാലും നമ്മൾ വലിയ രീതിയിൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് അതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പേഴ്സൊക്കെ കൊടുക്കുക. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് അതിൻ്റെ ലൈസൻസൊക്കെ നമുക്ക് തരും ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ നല്ല രീതിയിൽ ഷെഡൊക്കെ പണിഞ്ഞിട്ട് കോഴികളെ അത് വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വെറുതെ കോഴികളെ കൊണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ ഭക്ഷണം, വെള്ളം എല്ലാം നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ അതിനകത്ത് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല എയർ വേണം അതിനകത്ത്. അന്ധകാരം പിടിച്ചിരുന്നാൽ കോഴിക്ക് പറ്റുകയില്ല കേട്ടോ. അപ്പം നല്ലതുപോലെ വായുസഞ്ചാരമുള്ള റൂമൊക്കെ ആയിരിക്കണം നമ്മൾ ഈ കോഴിക്ക് വേണ്ടിയിട്ട് ഷെഡ് കെട്ടുമ്പം ചെയ്യേണ്ടത്. പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് അതിൽ കിടക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അവർക്ക് നിലത്താണെന്നുണ്ടെങ്കിലും അവർക്ക് തണുപ്പടിക്കാത്ത രീതിയിൽ ഈ അറക്കപ്പൊടി, ഈ തടിയൊക്കെ, ഈർച്ചപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കോഴിയെ കിടത്താനായിട്ട്. കോഴിക്ക് എന്നിട്ട് വെള്ളവും തീറ്റയൊക്കെ അത് തട്ടിപ്പോകാത്ത രീതിയിലുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുക്കണം. ഇപ്പം ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള കൂടാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു 50-60 കോഴിയൊക്കെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് പിന്നെ കൂടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും കോഴിയെ വളർത്താനായിട്ട്. ഒരുപാട് കോഴികളെ കൊണ്ടുവന്നിട്ട് ചെറിയ ഷെഡിനകത്തൊന്നും കൊണ്ട് ഇട്ട് കഷ്ടപ്പാടായിരിക്കും അതിനകത്ത്. അവരെല്ലാവരോടും കുത്തുകൂടി അവർക്ക് ആവശ്യത്തിനുള്ള വായുസഞ്ചാരം ഒന്നും കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതിനകത്ത് താമസിക്കാനായിട്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ കുറഞ്ഞ രീതിയിൽ കോഴികളെ ആദ്യം വളർത്തി തുടങ്ങുക. എന്നിട്ട് അതിന് ശേഷം നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ പിന്നെ ഇപ്പം എല്ലാവരും അടുത്തടുത്താണല്ലോ ഈ വീടും ഒക്കെ ഉള്ളത്. അപ്പം സ്ഥല സൗകര്യം ഇല്ലാത്തവർ ഈ പണിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർ മാത്രം ഈ ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ കുറച്ച് സ്ഥലമുള്ളവർ അവർക്ക് അത്യാവശ്യത്തിനുള്ളതായ 5-10 കോഴികളെ മാത്രം വളർത്തിയാൽ മാത്രം മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ വേസ്റ്റൊക്കെ കളയാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് വരികയും ചിലപ്പം പെർമിഷൻ തരാതെയൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു നാടൻ കോഴി ഫാം ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ സ്ഥലം, ലൈസൻസുകൾ, അനുമതികൾ എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഒരു ഫാം തുടങ്ങുന്നതിന് ഏറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ഥലം. കൃത്യമായ ഒരു സ്ഥലവും ആ സ്ഥലത്തിന് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണവും അനുസരിച്ചായിരിക്കും ഒരു ഷെഡിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ എണ്ണം സജ്ജീകരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനിടയിൽ ഒരുപാട് ഫോർമാലിറ്റീസും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചും ഒരു വ്യക്തത നിങ്ങൾ നേടേണ്ടിയിരിക്കുന്നു. എന്നാൽ കോഴി ഫാം ബിസിനസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വേസ്റ്റുകൾ നല്ല രീതിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇത് നല്ലൊരു വളം തന്നെയാണ് കോഴിവളം എന്ന് പറയുന്നത്. അപ്പം അത് 2-3 മാസമൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന ഒരു സ്ഥലത്തോട് നിട്ടിരുന്നാൽ നല്ല കൃഷിക്ക് നല്ല ഉപയോഗമുള്ള ഒരു വളമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതിനൊക്കെ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത് വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും ഇതിനകത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ വേസ്റ്റ് കളയാനും ഈ കോഴികളെ ഇത്രയും വളർത്താനുമുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വളർത്താൻ നിൽക്കാവൂ, തുടങ്ങാവുന്നുള്ളത്. അപ്പം ഇത് വേസ്റ്റുകൾ കൊണ്ടുപോകുന്നവരുണ്ട്. ഈ കോഴി വേസ്റ്റ് വളമായിട്ട് കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറഞ്ഞ പരിമിതിയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അത് മറ്റുള്ളവരുടെ സ്മെല്ലൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യണം. അത് നമ്മൾ ചിക്കൻ ഫാം തുടങ്ങുമ്പോൾ ഈ കോഴികൾക്ക് പല രൂപത്തിലുള്ളതായ അസുഖങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. അപ്പം അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ അതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പണ്ടൊന്നും എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ വാക്സിൻ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇൻക്യുബേറ്ററിലും അല്ല വലിയ ഹോൾസെയിലായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വാക്സിൻ സമയങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. കാരണം അത്ര ആരോഗ്യമൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് കാണത്തില്ല. അപ്പോൾ സമയങ്ങളിൽ അതിൻ്റെ വാക്സിനൊക്കെ കൊടുക്കണം. അപ്പം മിനിമം കൂട് വയ്ക്കാനായിട്ട് ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും 50 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് കുറേ സ്ഥലമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പം ഒരു 10, 20 അല്ലെങ്കിൽ ഒരു 50 കോഴി വരെയൊക്കെ നമുക്ക് 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 150 സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതന്നെ നമ്മുടെ കരമടച്ച റെസിപ്റ്റ് വേണം. പിന്നെ നമ്മുടെ അയലത്തുകാർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവരുടെ നിന്ന് വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. ഇപ്പം കോഴിക്കൂടിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല വലിപ്പത്തിലുള്ള കോഴിക്കൂടുകൾ വാങ്ങിക്കാനും കിട്ടും. ഇപ്പം വീട്ടിൽ തന്നെ പണിയണമെന്നുമില്ല. അപ്പം വീട്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയിപ്പിക്കാനല്ല. പെട്ടെന്നൊക്കെ കോഴിയെ വളർത്തണം, ഒരു വീട്ടമ്മയ്ക്ക് 10 കോഴിയെ വളർത്തണം എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഇരുമ്പിൻ്റെയൊക്കെ ഷീറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പർ ഹൈടെക് കൂടുകളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനകത്ത് നല്ല ഒന്നാന്തരമായിട്ട് കോഴികളെ വളർത്താനായിട്ട് സാധിക്കും. കാരണം തീറ്റ ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം അതിനകത്തുണ്ട്, വെള്ളം കൊടുക്കാനുള്ള സംവിധാനം, അതേപോലെ മുട്ട നമുക്ക് എടുക്കാനുള്ള സംവിധാനം, അതെല്ലാം അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ വേസ്റ്റുകൾ താഴെ ട്രേ വെച്ചിട്ട് അത് എടുത്ത് കളയാനുള്ള സംവിധാനമൊക്കെ ഉള്ള ഹൈടെക് കൂടുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ. ഈ ഹൈടെക് കൂടുകളിനകത്ത് എന്നുണ്ടെങ്കിൽ മുട്ട നമുക്ക് അവരെ ഇടുമ്പോൾ തന്നെ അത് നമുക്ക് എടുക്കത്തക്ക രീതിയിൽ തന്നെ അത് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒന്നും ആവുന്നതൊന്നുമില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് തീറ്റ കൊടുക്കാനായിട്ട് പ്രത്യേകം പാത്രങ്ങളൊക്കെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വെള്ളം കൊടുക്കാനും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ചുറ്റിനും ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതിനെപ്പോഴും ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ചെയ്യുമ്പോൾ ചുറ്റും 2-3 ഇഷ്ടിക വെച്ചാൽ ആ വെള്ളം അവിടെ തട്ടിപ്പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പം അതിനകത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ വെള്ളം രാവിലെയും വൈകിട്ടും നമ്മൾ 2 നേരമെങ്കിലും മാറ്റി കൊടുക്കണം. കാരണം ഈ കോഴികൾ അതിനകത്തൊക്കെ അഴുക്കാക്കും. അപ്പം അവർക്ക് പിന്നെയും അസുഖങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മളിതൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ പ്രത്യേകം കണ്ടെയ്നേഴ്സൊക്കെ ഇപ്പം മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒട്ടും വേസ്റ്റ് ആവത്തില്ല കേട്ടോ. അപ്പോൾ അവരെ കഴിച്ചതിന് ബാക്കി വരുന്നതെല്ലാം അതിനകത്ത് തന്നെ മിച്ചം കിടന്നോളും. അപ്പോൾ അവർക്ക് എപ്പോഴാണോ വിശക്കുന്നത് വെച്ചാൽ അവർക്കത് കഴിക്കാം. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഇപ്പം വെള്ളം അവർക്ക് തന്നെ നിപ്പിൾ രീതിയിൽ അവർക്ക് അതിനകത്തുനിന്ന് വെള്ളം വേസ്റ്റായി പോകാത്ത രീതിയിൽ കുടിക്കാനായിട്ട് സാധിക്കും. ഒരു നാടൻ കോഴി ഫാം ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ സ്ഥലം, ലൈസൻസുകൾ, അനുമതികൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കൽ, അവയുടെ എണ്ണം, അവയുടെ പരിപാലനം, ഷെഡ് തയ്യാറാക്കൽ, ആവശ്യമായ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കൽ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഈ കോഴ്സ് മുഴുവനായി ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പിൽ നിന്ന് കാണൂ. അത് മാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.